ലീഗിന്റെ MP അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗിന് 8ന്റെ പണി കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? രാജ്യസഭയിലെ വഖഫ് പ്രോപ്പർട്ടി ബിൽ വിഷയത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ 2 പേർക്കാണ്. ജോൺ ബ്രിട്ടാസിനും അബ്ദുൾ വഹാബ് MPക്കും. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ആദ്യം സംസാരിക്കാൻ വിളിച്ചത് അബ്ദുൾ വഹാബ് MPയെ തന്നെയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സഭയിൽ ഇല്ലായിരുന്നു. ശ്രീ അബ്ദുൾ വഹാബ് നോട്ട് പ്രസന്റ്. അദ്ദേഹത്തെ സഭയിൽ കാണാത്തത് കൊണ്ട് ജോൺ ബ്രിട്ടാസിന് സംസാരിക്കാൻ അവസരം നൽകി. അത് കഴിയാറായപ്പോഴേക്കും അബ്ദുൾ വഹാബ് MP ഓടിക്കുതിച്ചെത്തി. You were not here. Just gone to toilet, sir. Just. അപ്പൊ ജഗ്ദീപ് ധൻകർ അബ്ദുൾ വഹാബിനോട് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെ പോയതാന്ന് ചോദിക്കുന്നു. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയതാണ് സാർ എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. അപ്പൊ ചെയർമാൻ ഒരു വൃത്തികെട്ട ഡബിൾ മീനിങ് ചിരിയോടുകൂടി തിടുക്കത്തിൽ വന്നതുകൊണ്ട് എല്ലാം ശരിയാക്കിയല്ലേ വന്നെന്നുള്ള ഒരു ജാതി ഒരു ചോദ്യം ചോദിക്കുന്നു, ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ അതുപോലെ ഒരു രാജ്യസഭാ നടപടികൾ കാണുമ്പോൾ ഒരു വീഡിയോയില് അബ്ദുൾ വഹാബ് MP എഴുന്നേറ്റ് നിന്ന് കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് ഫ്ലൈറ്റ് വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നേ. പുള്ളിയുടെ പ്രയോറിറ്റി തന്നെ ശരിക്കും വേറെ എന്തോ ആണ്. പുള്ളി ഡിഫറെന്റ് വേറെ ഏതോ തലത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളെയൊക്കെ നോക്കി കാണുന്നത്. Some flight should be there from Kerala to Kashmir. അതുപോട്ടെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. വഖഫ് ബിൽ വിഷയത്തിൽ അബ്ദുൾ വഹാബ് സംസാരിച്ചു തുടങ്ങുന്നു. സത്യത്തിൽ അബ്ദുൾ വഹാബ് MPക്ക് വഖഫ് ബിൽ എന്താണെന്നോ, എന്തിനാണ് അതിനെ എതിർക്കുന്നതെന്നോ, എന്താണ് സഭയിൽ സംസാരിക്കേണ്ടതെന്നോ, എന്താണ് മുസ്ലിം ലീഗിന്റെ ഈ വിഷയത്തിൽ നിലപാടെന്നോ, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ നിലപാടെടുത്തതെന്നോ യാതൊരു ബോധവും ധാരണയും ഉണ്ടായിരുന്നില്ല. ശരിക്കും അബ്ദുൾ വഹാബ് രാജ്യസഭയിൽ സംസാരിച്ച മുഴുവൻ BJP ബില്ലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ആദ്യത്തെ ബില്ല് പിന്നെ വേണ്ടതാക്കി രണ്ടാമത്തെ ബില്ല് കൊണ്ടുവരണമെന്ന് BJP പറയുന്ന ന്യായീകരണങ്ങളാണ് എന്തോ കാരണവശാൽ അബ്ദുൾ വഹാബ് സംസാരിച്ചുകൊണ്ടിരുന്നത്. In our place, Hindustan, Malayalam and all, they are keeping the Waqf properties for a mere rent of 3,000 rupees 2 acres in Calicut city. അദ്ദേഹം പറയുന്നു, പുതിയതിനായിട്ട് പഴയ ബില്ലിനെ പിൻവലിക്കുമ്പോൾ ഈ സ്വത്തുക്കൾ വഖഫിലേക്ക് ആക്കിയവരെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ വഖഫിന്റെ കീഴിൽ സ്വത്തുക്കളാക്കുന്നത്? അതിൽ നിന്ന് നേട്ടമുണ്ടാകുന്നത് കൊണ്ടാണ്. ഞാൻ എന്റെ സ്വത്ത് വഖഫിലാക്കുന്നത് എന്റെ കുടുംബത്തെയും സമുദായത്തെയും ഒക്കെ പരിഗണിച്ചാണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ആരുടെയെങ്കിലും ഒക്കെ കൈകളിലെത്തുന്നു. ഹിന്ദുസ്ഥാൻ മലയാളം എന്ന് പറയുന്ന കമ്പനി വെറും 3000 രൂപയ്ക്കാണ് കോഴിക്കോട് നഗരത്തിൽ വഖഫ് ഭൂമി വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇതൊക്കെയല്ലേ നടക്കുന്നതെന്ന് എന്താ സത്യത്തിൽ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇത് ശരിക്കും BJP പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇദ്ദേഹം പറയുന്നത്? ഈ പ്രശ്നമൊക്കെ ഞങ്ങൾ പരിഹരിച്ചു തരാം, ഞങ്ങൾ പുതിയ ബില്ല് കൊണ്ടുവന്നിട്ട് എന്നല്ലേ BJP ശരിക്കും പറയുന്ന? ഈ അബ്ദുൾ വഹാബ് ഈ കാര്യം പറഞ്ഞ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഹിന്ദുസ്ഥാൻ മലയാളത്തിന്റെ കമ്പനി 3000 രൂപയ്ക്ക് കോഴിക്കോട് നഗരത്തിൽ വഖഫ് ഭൂമി വാടകയ്ക്ക് എടുത്തില്ല. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, പഴയ വഖഫ് ബില്ലുകൊണ്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ പുതിയ ബില്ല് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഓക്കെ. ഇതല്ലേ ശരിക്കും ഇതിന്റെ അർത്ഥം? നിങ്ങൾ കേട്ടിട്ട് പറ. ഞാൻ പറയുന്നത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങൾ അതിന്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യും എന്താണ് ഈ പുള്ളി പറയുന്നത് ശരിക്ക്. Our concern is this withdrawal of the bill only. He is talking about the new bill which is supposed to come. വീണ്ടും അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നു. അദ്ദേഹം പറയുന്നത് ജോൺ ബ്രിട്ടാസ് സംസാരിച്ച പുതിയ ബില്ലിനെ കുറിച്ചാണ്. അത് നിലവിൽ JPCയുടെ പരിഗണനയിലാണല്ലോ. പഴയ ബില്ല് പിൻവലിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ബില്ലിലെ ക്ലോസുകളെല്ലാം പഴയ ബില്ലിലെ ക്ലോസുകൾക്ക് എതിരാണ്. സത്യത്തിൽ ഇത് മറ്റേ പെട്രോൾ വില കൂടുന്ന കുറയുന്നില്ല എന്നുള്ള ആംഗിളിലാണ് പുള്ളി സംസാരിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്ന പേടിയാന്ന് തോന്നുന്നു BJP എതിർക്കാനൊക്കെ. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് BJPയോട് വിയോജിക്കേണ്ട സമയം വരുമ്പോൾ ഇദ്ദേഹം ഭയങ്കരമായി വെട്ടി വിയർക്കുന്നു. വഖഫ് പ്രോപ്പർട്ടികളെ ഒഴിപ്പിക്കുന്ന വകുപ്പ് പഴയ ബില്ലിൽ കടുത്തതായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. പിന്നെ പുതിയ ബില്ല് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് പഴയ ബില്ല് പിൻവലിക്കേണ്ടതുണ്ട്, അത് സാങ്കേതികമാണ്. ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞത്? ഇത് BJPക്കാരുടെ വാദമല്ലേ? വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. It was now stringent action was there. We can evacuate these people and we can give somebody for the benefit of the people, those it was for Waqf. So now in these circumstances we fear that withdrawing that bill, that you are going some plans behind. So that plan came open when our minister circulated the bill. In that bill, that is why John Brittas is comparing with that one. So the idea of withdrawing this bill is to make a new amendments which already we know. Whether it is going to JPC or not, the intention. പിന്നെ അദ്ദേഹം പറയുന്നു, പഴയ ബില്ലിൽ ശക്തമായ നടപടികൾ ഉണ്ടായിരുന്നു. വഖഫ് ഭൂമി കയ്യേറിയവരെ അവിടെ നിന്ന് ഇറക്കി അത് വഖഫ് ചെയ്തവർക്ക് ഉപകാരപ്പെടുമാക്കാൻ ബില്ലില് വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നത് അതിന്റെ പിറകിൽ നിങ്ങൾക്ക് എന്തോ പദ്ധതി ഉണ്ടെന്നാണ്. ആ പ്ലാനൊക്കെ നിങ്ങളുടെ മന്ത്രി പുതിയ ബില്ല് അവതരിപ്പിച്ചവ മനസ്സിലായി.
വീണ്ടും ജോൺ ബ്രിട്ടാസിനെ കോട്ട് ചെയ്താ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് പുതിയ ബില്ലിനെയും പഴയ ബില്ലിനെയും താരതമ്യം ചെയ്തത്. പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം. അതിപ്പോൾ JPCക്ക് പോയാലോ ഇങ്ങനെ എന്തൊക്കെയോ പറയാണ്. എന്നിട്ട് പറയാണ് പിന്നെ ഞങ്ങളുടെ സമുദായത്തിനിടയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എനിക്ക് പുതിയ സെൻസസ് അറിയില്ല എങ്കിലും ഏകദേശം ഒരു 30 കോടി വരുന്ന മുസ്ലിം സമുദായത്തിന്റെ ആശങ്കകൾ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഏകദേശം എത്ര മുസ്ലിങ്ങൾ ഉണ്ടെന്നറിയില്ല. എന്താണ് മുസ്ലിം സമുദായത്തിന്റെ ആശങ്ക എന്നല്ല. നന്ദി എന്ന് പറഞ്ഞിട്ട് നിർത്തി. എന്തൊരു വിചിത്രമായ പ്രസംഗമാണിതെന്ന് കേട്ടു നോക്കൂ. നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പ്രസംഗം കേൾക്കണം അത്ര. അപ്പോഴേ ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇദ്ദേഹം സംസാരിച്ച് വല്ലതും മനസ്സിലായി? എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. സത്യത്തിൽ അബ്ദുൽ വഹാബ് സംസാരിച്ചതിന്റെ ഒരു ആകത്തുക BJPക്ക് അനുകൂലമായിരുന്നു. എന്തിനാണ് പുതിയ ബില്ലിനെ മുസ്ലിം ലീഗും പ്രതിപക്ഷ പാർട്ടികളെ എതിർക്കുന്നത് എന്ന് ശരിക്കും അബ്ദുൽ വഹാബിന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള MP മാരെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ശരിക്കും BJPക്ക് എന്ത് ഗുണമാണ് ഇങ്ങനെയുള്ള MP മാർ ഇരിക്കുന്നത്? See, the government should learn a lesson from the last mandate which was given to you. The people of this country doesn't appreciate your bulldozer politics. You indulge in bulldozer politics. You try to create polarization. Please. ജോൺ ബ്രിട്ടാസ് വഖഫ് ബില്ലിനെ കുറിച്ച് വളരെ നന്നായി തന്നെ സംസാരിച്ചു. പതിവ് പോലെ അദ്ദേഹം സംസാരിച്ചതിൽ ചെറിയൊരു ഭാഗം പറയാം. ചട്ടം 119ന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മോഷനെ എതിർക്കുന്നത്. 2014 രാജ്യസഭയിൽ ഈ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചു. അതിന്റെ ഉദ്ദേശം ചുരുക്കി പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ഭൂമികളുടെ മേലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുക എന്ന ആലോചനയോടെയാണ്. നിങ്ങൾ അതിന്റെ ലക്ഷ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അതെല്ലാം മാതൃകാപരമായ ഉദ്ദേശങ്ങളായിരുന്നു. അതിൽ നാം ഉറച്ചു നിൽക്കേണ്ടതാണ്. ഈ സർക്കാർ ആ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ കാലതാമസമെടുത്തു. സർ, ഇപ്പോൾ ഈ 2014 ബില്ല് പിൻവലിക്കുകയാണ്. അതിന്റെ സ്ഥാനത്ത് മറ്റൊരു ബില്ല് കൊണ്ടുവരുന്നതിനാണ് ഈ പിൻവലിക്കൽ. അതാണെങ്കിൽ വഖഫ് പ്രോപ്പർട്ടികൾ കയ്യേറുന്നതിനായിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ നേർ വിപരീതമാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ ജനതയെ അവർക്ക് വിഭജിക്കണം, അവർക്ക് രാഷ്ട്രീയം കളിക്കണം. വഖഫ് പ്രോപ്പർട്ടികളിൽ സർക്കാരിന് ഇടപെടാൻ യാതൊരു അവകാശവുമില്ലെന്നാണ് എന്റെ സബ്മിഷൻ. വഖഫ് പ്രോപ്പർട്ടികളുടെ സ്പിരിറ്റിനെതിരാണ് നിലവിൽ വിതരണം ചെയ്തിരിക്കുന്ന ഈ പുതിയ ബില്ല്. അത് വഖഫ് ആക്ടിൽ വെള്ളം ചേർക്കുന്നതാണ്. വഖഫ് ബോർഡിന്റെ ഭരണസമിതിയിൽ അമുസ്ലിങ്ങളെ കൊണ്ടുവരാൻ നോക്കുകയാണ്. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ കളക്ടർമാരെ നിയോഗിക്കുകയാണ്. നമ്മുടെ അയൽ രാജ്യത്ത് നിന്ന് പോലും ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹികമായ ഫാബ്രിക് ഇതേപോലെ നിലനിർത്താൻ ശ്രമിക്കണമെന്ന് ഞാൻ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തവണത്തെ ജനവിധിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളുടെ ബുൾഡോസർ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ബുൾഡോസർ രാഷ്ട്രീയം കളിച്ച് രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സർ, പുതിയ ബില്ല് കൊണ്ടുവരാനായി പഴയ ബില്ല് പിൻവലിക്കുന്നത് ഈ രാജ്യത്തെ സാമൂഹിക സമാധാനം ഇല്ലാതാക്കും. ഞാൻ ഇതിനെ ശക്തിയെ എന്ത് ക്ലാരിറ്റിയോട് കൂടിയാണ് സംസാരിച്ചത് നോക്കൂ. ഈ ക്ലാരിറ്റിയുടെ പകുതി അത് വേണ്ട. ET മുഹമ്മദ് ബഷീർ MP ലോക്സഭയിൽ നല്ലതായിട്ട് സംസാരിക്കും നമ്മൾ കണ്ട. അതൊക്കെ കേട്ട് പഠിച്ചിട്ടെങ്കിലും അബ്ദുൽ വഹാബ് MPക്ക് എന്തെങ്കിലും ഒരു 2 വരി പറഞ്ഞൂടെ? എന്തുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വേണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അനുകൂലിക്കുകയാണ്? എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ പറ ബാക്കി എന്താന്ന്.